ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു നുള്ളു ഭസ്മം മതി പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഞാനീ പറയുന്ന രീതിയിൽ ഒരു രഹസ്യ മന്ത്രം ജപിച്ച് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ യാചകനും രാജാവാകും എന്നുള്ളതാണ്. യാചകനെയും രാജാവാക്കുന്ന വിദ്യയാണ്. മാത്രമല്ല ഇത് അപാരമായ വശ്യമാണ്. മാത്രമല്ല എന്തു ചെയ്തിട്ടും രക്ഷപ്പെടാത്തവരും ഇത് ചെയ്താൽ രക്ഷപ്പെടും. യാതൊരു സംശയം വേണ്ട. ഒരു നുള്ളു ഭസ്മം മതി. എന്തു ചെയ്തിട്ട് രക്ഷപ്പെടാത്തവരും ഇത് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് മാത്രമല്ല ഏറ്റവും ഉയർന്ന നിലയിലുള്ള ജീവിതം ഉണ്ടാവും. സമ്പത്ത്, ഐശ്വര്യം, മാത്രമല്ല ഇപ്പം ഉയർന്ന ജോലി അല്ലെങ്കിൽ വരുമാനം, എല്ലാ ആപത്തുകളെയും തടയും. എന്തു തരത്തിലുള്ള ശത്രുദോഷം, ദൃഷ്ടിദോഷം, പ്രാക്കുദോഷം, ആരെന്ത് വേണേലും ചെയ്തോട്ടെ, ഒന്നും നമ്മളെ ഏക്കത്തില്ല. അങ്ങനെയുള്ള ഒരു നുള്ളു ഭസ്മം കൊണ്ട് പടിഞ്ഞാട്ട് നോക്കി നിന്ന് വേണം ഇത് ചെയ്യാൻ. ഇത് ഒരു രഹസ്യ വരികളുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ലക്ഷങ്ങൾ കൊടുത്താലും ഇത് ലോകത്തിൽ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? പറഞ്ഞു തരണേ, ഇത് അറിയണം. ഞാൻ എങ്ങനെ അറിഞ്ഞു? അത് പരമേശ്വരൻ തന്നു. ആ ഭഗവാന്റെ ഭഗവാനെ എന്നുള്ള ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇപ്പോൾ ആ ഈശ്വര വിദ്യകൾ ചെയ്യുന്നു. ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ചില ജ്ഞാനങ്ങളാണ്. ഞാനിത് പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്കെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിക്കും ചെയ്യാം, ആ വ്യക്തിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാം. ഒരു തരത്തിലുള്ള ദോഷങ്ങൾ, ഗ്രഹപ്പിഴകൾ, ഗ്രഹദോഷങ്ങൾ, ഒരു ദോഷങ്ങളും ആരെന്ത് വേണമെങ്കിലും നമുക്കെതിരെ ചെയ്തോട്ടെ, സന്തോഷമേ ഉള്ളൂ. ചെയ്യുന്നവൻ ഏറേട്ട് തിരിച്ചു ചെയ്യുന്നുള്ളൂ. നമുക്കെതിരെ ഒരു നുള്ളു ഭസ്മം മതി. നമുക്കെതിരെ ആര് ചെയ്താലും ചെയ്യുന്നതിന് ഇരട്ടി തിരിച്ചു തന്നോളൂ ചെയ്യുന്നവന്. ഇത്രയും പരിപാടിയാണ്, നല്ല പരിപാടിയാണ്. നിങ്ങളെ ഒരു ദോഷവും ബാധിക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഒരിടത്തും ഇത് പറഞ്ഞു കിട്ടത്തില്ല. കാരണം ഇത് അറിയണമല്ലോ. ഇത് അറിയാതെ എങ്ങനെ പറഞ്ഞു തരുന്നത്? അറിയണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. നമ്മൾ പല രഹസ്യമായ ഉപാസനകളും ചെയ്യുന്ന പല ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തിൽ നിന്നാണ് ഇത് പറഞ്ഞു തരുന്നത്, ആ ജ്ഞാനത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഫലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ, ഇന്നത്തെ എന്നല്ല, അതിൻ്റെ 1600 മേൽ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം. ഇത് എന്ന് യൂട്യൂബിൽ കാണുമെന്നൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നക്ഷത്ര രഹസ്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. വേണ്ടവർ എഴുതി എടുത്തോണം, മനസ്സിലാക്കിക്കോണം. എന്നും കൊന്നും ഇത് യൂട്യൂബിലൊന്നും കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് അറിഞ്ഞാൽ അത് മതി ജീവിതം. അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് വേറെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ ഒരിടത്തും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കരുത്. ആരും പറയത്തില്ല, പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുപോലുള്ള കാര്യങ്ങളാണ്. കേൾക്കുന്നവർക്കറിയാം, ചെയ്യുന്നവർക്കറിയാം. എല്ലാം നല്ല കാര്യങ്ങളുമാണ്. ഇതിപ്പോൾ എൻ്റെ അറിവല്ല, ഞാൻ ആദ്യം പറയാം. എനിക്ക് ചില അദൃശ്യമായ ഈശ്വരീയമായ ചില ഈശ്വരീയ ശക്തികൾ തരുന്ന ചില ദിവ്യജ്ഞാനങ്ങളാണ് ഞാനീ പറയുന്നത്. ഇതെൻ്റെ അറിവല്ല, എൻ്റെ കഴിവല്ല. ഈശ്വരന് നന്ദി, ഗുരുക്കന്മാർക്ക് നന്ദി, മഹത്വം. അപ്പം ഇത് എല്ലാവരും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഒരുപാട് സന്തോഷത്തോടെയാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയ സമ്പത്തുണ്ടാകാൻ പോകുന്ന ഒരു കാര്യവും ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഉറപ്പാണ്. കാരണം എല്ലാവർക്കും സമ്പത്തുണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതുപോലെ വീഡിയോ മുഴുവൻ കാണണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കാര്യം വെറുതെ പറയത്തില്ലെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഞാനൊരു ശിവയോഗിയാണ്. സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ, സത്യസന്ധമായിട്ടേ ചിന്തിക്കത്തുള്ളൂ. ആ സത്യത്തെ, ഭഗവാനെ എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് അത് മുഴുവൻ കാണാൻ ആവശ്യമുള്ളവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടുകൂടി ജീവിതം മാറും. ഇപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ എങ്ങനെ ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, സംഖ്യാരഹസ്യങ്ങൾ, വിളിക്കേണ്ട ദേവത, ശരനൂൽ രഹസ്യങ്ങൾ, അത് ഞാൻ പറയുന്ന ആരും പറഞ്ഞു തരത്തില്ല.
അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് നല്ല നല്ല പ്രാർത്ഥനകൾ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ചെയ്യരുത്. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഫോൺ വിളിക്കരുത്. മറ്റൊന്നും കൊണ്ടല്ല, ഞാനും പല തിരക്കുകളിലാണ്. എനിക്ക് പ്രാണായാമം, എൻ്റെ യോഗ പദ്ധതികളുണ്ട്, എൻ്റെ തിരക്കുകളുണ്ട്, വർക്കുകൾ തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വിളിക്കരുത്, വാട്സപ്പിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ചെയ്യരുത്, ഗുരുത്വം കളയരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലേ? ഞാൻ പറഞ്ഞു, ചിലർ പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യത്തുള്ളൂ, അത് പാടില്ല. ഗുരുത്വം കാശ് കൊടുത്താൽ കിട്ടത്തില്ല, ഗുരുത്വം പോയാൽ പോയതാണ്. പറയുന്നതിൻ്റെ അപ്പുറം ചെയ്യരുത്. നേരിട്ട് ഞാൻ വെള്ളിയാഴ്ച ചിലപ്പോൾ പുത്തങ്കാവി വരും. അവിടെ വരുന്നവർ ചിലപ്പോൾ എന്നെ കാണാം. ചില ദിവസം പുത്തങ്കാവി വരത്തുമില്ല. അപ്പം മിക്കവാറും ഞാൻ വരുകയും ചെയ്യും. നേരിട്ട് കൺസൾട്ടിങ് ഇല്ലെന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് മാസങ്ങളോളം ബുക്കിംഗ് ആയിട്ട് വർക്കുകൾ എടുത്തിട്ടിരിക്കുക, അതിൻ്റെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് ന്യായമായ ഒരു കാരണമുണ്ട്, അത് മനസ്സിലാക്കുക. ഇതൊക്കെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ചുരുക്കി ഇടുക, വലിയ കഥയായിട്ട് എടുക്കുക. ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യമാണ് പറഞ്ഞു തരും, അതിന് ഫീസൊന്നുമില്ല. പിന്നെ വിശകലനം ചെയ്യുന്നത് അത് നിങ്ങൾ വാട്സപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഇടുക. നമുക്ക് എപ്പോഴെങ്കിലും വിശകലനം ചെയ്യാൻ പറ്റും. വർഷങ്ങളായിട്ട് വെയിറ്റിംഗ് ഉള്ളവരുണ്ട്, എന്നാൽ ചിലർ പെട്ടെന്ന് വിശകലനം ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ വർക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജ് കാണുവാണെങ്കിൽ ഞാൻ അതിനെ റിപ്ലൈ ചെയ്ത് ചിലരെ അപ്പോഴങ്ങ് വർക്ക് എടുക്കും. പ്രിയാമ്പിളിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള വഴി കേട്ടോ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. അപ്പോഴേ ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ രാവിലെ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞ്, അപ്പം രാവിലെ വിളക്ക് തെളിയിക്കുന്നവര് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് വിളക്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിൽക്കുക, എന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു വയ്ക്കുക. ഇനി വിളക്ക് തെളിയിക്കാത്തവര്, നിങ്ങൾ വിളക്ക് സാധാരണ വൈകിട്ടാണെങ്കിലും തെളിയിക്കുന്ന ഒരു സ്ഥാനം കാണുമല്ലോ, ആ സ്ഥാനത്തിൻ്റെ വലത് സൈഡിലോ ഇടത് സൈഡിലോ അല്പം മാറി നിൽക്കുക, എന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ വിളക്ക് രാവിലെ തെളിയുന്നവർക്ക്, വിളക്ക് രാവിലെ വെക്കുന്നവർക്കും ചെയ്യാം, വിളക്ക് രാവിലെ വെക്കാത്തവർക്കും ചെയ്യാം. അപ്പം വിളക്ക് വെക്കുന്ന ആ സ്ഥാനത്തിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് അല്പം മാറി നിൽക്കുക. ഒരു നുള്ളു ഭസ്മം എടുക്കുക. രാവിലെ കുളി കഴിഞ്ഞ് ചെയ്യണം. ആ ഭസ്മം നിങ്ങളുടെ വലത് കൈയിലേക്ക് ഇടുക. ഒരു നുള്ളു മതി, ഒരു പിഞ്ച്, ഒരു നുള്ള് ഭസ്മം വലത് കൈ വെക്കുക. വലത് കൈയിലേക്ക് ഇട്ടിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളെ മനസ്സുകൊണ്ട് മനസ്സിൽ കാണുക. നിങ്ങളെ കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കണ്ട, ഇങ്ങനെ നിന്നിട്ട് കണ്ണ് തുറന്നു തന്നെ മനസ്സിൽ നിങ്ങളെ ഒന്ന് കണ്ടുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് പാദം മുതൽ ശിരസ് വരെ നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിച്ച് ഒന്ന് ഊതുക പടിഞ്ഞാട്ട്. മതി, പരിപാടി കഴിഞ്ഞു. നിങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ട, എനിക്ക് അത് വേണം ഇത് വേണം അല്ലെ എനിക്ക് സമ്പത്ത്, ഒന്നും പ്രാർത്ഥിക്കണ്ട. ഒരു പ്രാർത്ഥനയും വേണ്ട. ഈ ഒരു കാര്യം ചെയ്യുക. ഇത് രാവിലെ കുളി കഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് എഴുന്നേറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. വിളക്ക് വെച്ച് കഴിഞ്ഞ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി വിളക്ക് വെക്കുന്നതിന് മുമ്പാണേലും വെളുപ്പിനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി വിളക്കിൻ്റെ ആ സ്ഥാനത്തിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യണമെന്നുള്ളൂ, ഇച്ചിരി മാറി. അപ്പോൾ വിളക്ക് ഉള്ളപ്പോഴ് ചെയ്യാം, വിളക്ക് വെക്കാത്തപ്പോഴും ചെയ്യാം. എന്ന് വെച്ചാൽ വെളുപ്പിനെ ഇപ്പം നിങ്ങളൊരു 5:30 എഴുന്നേക്കുന്ന, ഒരു 5 മണിക്ക് എഴുന്നേക്കുന്നു, അപ്പം വിളക്ക് വെക്കത്തില്ലല്ലോ ആ സമയത്ത്. നമ്മളൊരു 6 മണി ഒക്കെ ആകുമ്പോഴാണല്ലോ വിളക്ക് വെക്കുന്നത്. അപ്പം നമ്മളൊരു 5:30 ആകുമ്പോൾ എഴുന്നേക്കുന്നെങ്കിൽ കുളിച്ച് വിളക്ക് വെക്കാതെയും ചെയ്യാം, ഇനി വിളക്ക് വെച്ചിട്ടാണേലും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ കഴിവതും രാവിലെ ചെയ്യാൻ ശ്രമിക്കണം. ആരും കാണാതെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി കണ്ടു ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയും, ഇതെന്നാ ചെയ്യുന്നത്, ഇതൊരു നല്ല പ്രാർത്ഥന മാത്രമാണ്, വേറൊന്നുമല്ല. ഓം നമോ നാരായണായ എന്ന് നിങ്ങളെ പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് വാഗൊണ്ട് ജപിച്ചിട്ട് ഭസ്മം ഊതുന്നു. ഫുള്ള് ഭസ്മം മതി. വലത് കൈ വെച്ച ഭസ്മം വലത് കൈയിലാണേ. ഞാൻ ചിലപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ വലത് കൈ ഇടത് കൈയായിട്ട് തോന്നും, പക്ഷെ വലത് കൈയിലാണ്. പറയുന്ന കേട്ടാൽ മതി കേട്ടോ. ഇത് നിത്യേന രാവിലെ ചെയ്യുക. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങളൊന്നും പ്രാർത്ഥിക്കേണ്ട. ഇത് ലോകത്തിൽ ആരും നിങ്ങൾക്ക് ഈ വിദ്യ പറഞ്ഞു തരത്തില്ല. പടിഞ്ഞാട്ട് തിരിഞ്ഞു വന്നു ഭസ്മം വെച്ച് ഊതുക. ഓം നമോ നാരായണായ. നിങ്ങൾക്കെതിരെ ആരെന്ത് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ തിരിച്ചിരട്ടിയായിട്ട് അങ്ങോട്ട് ആ ചെയ്തതിൻ്റെ കർമ്മഫലം പൊക്കോളും. ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ദോഷങ്ങളും ബാധിക്കത്തില്ല. ശത്രു വിജയങ്ങൾ നമുക്ക് പ്രൊട്ടക്ഷനാണ്. അതുപോലെ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറും, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, നല്ല ജോലി, നല്ല കുടുംബം, നല്ല വിവാഹം, എല്ലാം ഭഗവാന്റെ പ്രൊട്ടക്ഷൻ വരുമ്പോൾ എല്ലാം നിങ്ങൾക്ക് ഉണ്ടായി വരും.
അതായത് ഇത് അത്ഭുതകരമായ ഒരു വിദ്യ. ദിവസവും രാവിലെ ചെയ്യുക. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്. ഓം നമോ നാരായണായ വാ കൊണ്ടാണ് ജപിക്കേണ്ടത്. അപ്പം ഇത് നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് വലതു കൈയുടെ ഉള്ളം കൈയിൽ ഒരു പിഞ്ച്, ഒരു നുള്ളു ഭസ്മം വെച്ച ശേഷം നിങ്ങൾ ഓം നമോ നാരായണായ എന്ന് വാ കൊണ്ട് ഉച്ചരിക്കുമ്പോൾ നിങ്ങളെ തന്നെ മനസ്സിൽ പാദം മുതൽ ശിരസ് വരെ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് ഉച്ചരിച്ച് ഈ ഭസ്മം അങ്ങോട്ട് ഊതി വിടുക. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ആര് വേണേലും എന്നെ വേണേലും നമുക്കെതിരെ ചെയ്തോട്ട്, സന്തോഷമേ ഉള്ളൂ. ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നുള്ളതാണ്. എന്ത് വരുന്നോ നമുക്കെതിരെ വരുന്ന ആരെ ഇരട്ടിയായിട്ട് തിരിച്ചു പോകും. നിത്യവും നിങ്ങൾ ചെയ്ത് നോക്കുക. വിശ്വാസത്തോടു കൂടി ചെയ്യണം. കുളി കഴിഞ്ഞ ശേഷം ചെയ്യണം. ഇനി ഇതിന്റെ മറ്റൊരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നത് കൂടാതെ മക്കളെ ചിന്തിച്ച് ചെയ്യാം, ഭർത്താവിനെ ചിന്തിച്ച് ചെയ്യാം, അല്ലെ ഭർത്താവിന് ഭാര്യയെ ചിന്തിച്ച് ചെയ്യാം. അവർക്കെല്ലാം ഉയർച്ച ഉണ്ടാകും. അവരുടെ എല്ലാ തടസ്സങ്ങളും മാറും. അവരുടെ എല്ലാ ശത്രുദോഷങ്ങളും മാറും. അവരെ ഏറ്റവും നല്ല ആളുകളായി തീരുകയും ചെയ്യും. എല്ലാം നല്ല സ്വഭാവമാകും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. ഇത് ഞാൻ പറഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. സ്വയം ചെയ്യാം, നമുക്ക് വേണ്ടി ചെയ്യാം, മക്കൾക്ക് വേണ്ടി ചെയ്യാം, മരുമോനും മരുമോക്കും വേണ്ടി ചെയ്യാം. മനസ്സിലായോ? ആർക്ക് വേണേലും ചെയ്യാം. 1 രൂപ ചെലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. ഭസ്മം 10 രൂപയ്ക്ക് മേടിച്ച് എത്ര നാൾ ഉപയോഗിക്കാം? ഇതാരും ലോകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. പറഞ്ഞു തരണേ. ഇത് ഒന്നാമത്തെ കാര്യം. ഇത് ചെയ്യാൻ ഇത് അറിയണം. ഈ വിദ്യ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ചില ജ്ഞാനമാണ്. നമുക്ക് പല ഗുരുക്കന്മാരിൽ നിന്നും പല ഈശ്വരീയമായ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കിട്ടുന്ന ദിവ്യജ്ഞാനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ആ വഴി മുഴുവൻ ആത്മീയമായ വഴി സഞ്ചരിക്കുന്ന വർഷങ്ങളായിട്ട് സത്യസന്ധമായ ഈശ്വരനെ, ഞാൻ അവധൂതനെ വരെ കണ്ട്, ആ അവധൂതൻ്റെ വരെ ഞാൻ നേരിട്ട് കണ്ടു. എനിക്ക് അങ്ങനെ ഒക്കെ ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധന്മാരായ പ്രപഞ്ചത്തിലുള്ള വിശുദ്ധന്മാരായ ഈശ്വര ശക്തികളിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ആർക്കും പറഞ്ഞുതരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞൊരു കാര്യം. അപ്പം ഇനി ഓം നമോ നാരായണയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ കൂടെ കേൾക്കുക. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നാരായണൻ മഹാവിഷ്ണു എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നു. ഓം എന്ന് വെച്ചാൽ പരബ്രഹ്മം. നമോ വന്ദിക്കുന്നു. നാരായണ അതായത് നരനിലും എല്ലാത്തിലും വസിക്കുന്ന ഈശ്വരീയമായ ചൈതന്യമായ നാരായണനെ എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്ന ആ ഭഗവാൻ നാരായണനെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ്. ഈ ഓം നമോ നാരായണയ്ക്കകത്ത് ഓം എന്ന അക്ഷരം ചേർത്താണ് ജപിക്കുന്നത്. അതിൻ്റെ അകത്തുണ്ട് ഓം നമോ നാരായണ എന്ന് പറയുമ്പോൾ 8 അക്ഷരം, അഷ്ടാക്ഷരമായതുകൊണ്ടാണ് ഇത്ര ശക്തി. ഈ അഷ്ടാക്ഷരമാകുന്നത് ഓം ചേർത്താണ് ജപിക്കുന്നത്. മനസ്സിലായില്ലേ? ഓം അതിൻ്റെ അകത്തുണ്ട്. ഓം നാ മോ നാ രാ യാ നാ യ 8 അക്ഷരം വരുന്നത് ഓം ചേർത്താണ് ജപിക്കുന്നത്. അപ്പൊ ഓം എന്ന് വെച്ചാൽ പരബ്രഹ്മം, ആദിമബോധം. അതാ ഓം നമോ നാരായണയ്ക്കകത്തുണ്ട്. അതാണ് അതിൻ്റെ ശക്തിയും. മനസ്സിലാകുന്നുണ്ടോ? ചിലര് ജപിക്കും ഓം നമോ നാരായണായ നമ എന്നൊക്കെ. അത് അങ്ങനെയല്ല. ഓം നമോ നാരായണായ അപ്പോഴേ 8 അക്ഷരവാദമുള്ളൂ. കണക്കിൽ ചെയ്യുമ്പോഴാണ് എല്ലാം മാറ്റം ഉണ്ടാകുന്നത്. കണക്കിനകത്ത് കാര്യമുണ്ട്. അപ്പോൾ അഷ്ടപ്രകൃതികളെ സൂചിപ്പിക്കുന്നു ഓം നമോ നാരായണായ. അഷ്ടപ്രകൃതികൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ: ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. കൂടാതെ പഞ്ചഭൂതങ്ങളെയും പിന്നെ മനുഷ്യന്റെ മനസ്സ്, ബുദ്ധി, ചിന്ത, ഈ വക കാര്യങ്ങളും ചേർന്ന് 5, 3, 8 പ്രകൃതങ്ങളെ ഓം നമോ നാരായണായ എന്ന മന്ത്രം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം മാറുന്നത്, ഒരു വ്യക്തിയുടെ ശത്രുദോഷങ്ങൾ മാറുന്നത്, ഒരു വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ഉള്ളിലെ പഞ്ചഭൂതങ്ങൾ, നമ്മുടെ ഉള്ളിലും പഞ്ചഭൂതങ്ങളുണ്ടല്ലോ. ജലമില്ലേ? നമ്മൾ വിയർക്കുമ്പോൾ ജലം വരുന്നില്ലേ? ചൂടാകത്തില്ലേ ശരീരം? അഗ്നി, വായു, നമ്മുടെ ഉള്ളിൽ വായു ഇല്ലേ? അപ്പം ഭൂമി തത്വമാണ് അസ്ഥി. പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളിലെ ആകാശം, സ്പേസ് ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ പഞ്ചഭൂതങ്ങളെ
പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ മുന്നിലുള്ള ഈ പ്രപഞ്ചത്തിലും എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആ പഞ്ചഭൂതങ്ങൾ ഓം നമോ നാരായണക്കകത്തുണ്ട്. പിന്നെ മാത്രമല്ല മനസ്സ്, ചിന്ത, ബുദ്ധി, പഞ്ചഭൂതങ്ങളും ഈ മനസ്സ്, ബുദ്ധി, ചിന്ത, ഇത് മൂന്നൂടെ ആകുമ്പോൾ 5 3 8 അഷ്ടപ്രകൃതികളെ നിയന്ത്രിക്കുന്നതാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന് ശക്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലായി ഇത് ഈ ഒരൊറ്റ വിദ്യ ചെയ്ത് നോക്കിക്കേ, നിങ്ങളും രക്ഷപ്പെടും. പിന്നെ നിങ്ങളുടെ മക്കളും ആരെ ചിന്തിച്ച് ചെയ്യുന്നു അവരും രക്ഷപ്പെടും, നിങ്ങളും രക്ഷപ്പെടും. വിശ്വാസത്തോടെ ദിവസേന ചെയ്യുക. പിന്നെ ഓം നമോ നാരായണയ്ക്കകത്ത് മറ്റൊരു ശക്തികളുണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള അതിൻ്റെ ചുറ്റുപാട് കൂടി ആ ദൈവാധീനം ഉണ്ടാകും. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ജപിക്കുന്ന ആ ചുറ്റുപാടുകൾ പോലും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അത്ര പവർഫുള്ളാണ്. ഇത് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതറിയാതെ നിങ്ങൾ എന്തറിഞ്ഞിട്ടും എന്ത് കാര്യം? ഭഗവാനെക്കുറിച്ചുള്ള ഈ ഒരു കാര്യം അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം വരും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ കേൾക്കാത്ത മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായിക്കോട്ടെ, ഇവരെല്ലാം മര്യാദരാമന്മാരാകും. ഒരു ദിവസമല്ല, ഇത് കുറേ ചിലപ്പം നമ്മളിത് ആവർത്തിക്കണം ദിവസവും. എല്ലാവരും ജോലി ഇല്ലാത്തവർ പോലും ജോലി കണ്ടെത്തും, മിടുക്കന്മാരാകും, എല്ലാം അടിമുടി മാറും, ദുരിതങ്ങൾ മാറും, സകല ദുരിതങ്ങളും മാറും, മനഃശാന്തി ഉണ്ടാകും, സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകും, ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും, ഒരു ശത്രുദോഷവും ഏക്കത്തില്ല. അങ്ങനെയാണ് ഓം നമോ നാരായണായുടെ ഇങ്ങനെ ഈ ഭസ്മം കൊണ്ട് ചെയ്യുന്നതിന് പ്രത്യേക ശക്തിയുണ്ട് കേട്ടോ. ഭസ്മം കൊണ്ട് ഇങ്ങനെ ചില വിദ്യകളുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യുക, വിശ്വാസത്തോടു കൂടി ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാവും. വിശ്വാസത്തോടെ ചെയ്യണം കേട്ടോ, ഭഗവാനെ വിശ്വസിക്കണം. അല്ലാതെ വിശ്വാസമില്ലാതെ ചെയ്താൽ അത് ഫലം കിട്ടാൻ താമസിക്കും. വിശ്വാസത്തോടെ ചെയ്താൽ, ഭഗവാനെ എന്നുള്ള ചിന്തയിൽ, മറ്റൊരു ചിന്തയില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കുകയും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് സംശയമുള്ളതുകൊണ്ടാണ്. വിശ്വാസത്തോടെ ചെയ്യുക, ഉടനെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങളുടെയൊക്കെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇനിയും അത്ഭുതകരമായ ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ഈ മൂക്കിൻ്റെ ഇങ്ങനെ നമ്മൾ ഇവിടുന്നാണല്ലോ ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും വിടുന്നതും ആയ ഒരു പ്രധാന ഭാഗമാണല്ലോ മൂക്കിൻ്റെ തന്നെ ഈ ഭാഗം. നമുക്ക് അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട, മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക ശ്വാസത്തെ. എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എടുക്കുന്ന ശ്വാസം, ചെറു ശ്വാസമുണ്ടല്ലോ, അതിനെ വെറുതെ ഇവിടെ ഈ ഭാഗത്തെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. 2 മൂക്കിൻ്റെയും ഈ ഭാഗത്തെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്വാസം പിടിച്ചു വെക്കുകയോ ഒന്നും വേണ്ട, സാധാരണ പോലെ എടുക്കുകയും വിടുകയും ചെയ്യാം. മനസ്സുകൊണ്ട് ഈ ശ്വാസം ഇങ്ങനെ പോകുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ 1 മിനിറ്റോ 1/2 മിനിറ്റോ ചെയ്യുക. ഇത് വിശ്വാസത്തോടെ ചെയ്താൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ്. നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ. ഇതല്ല ശിവവിദ്യ, അല്ലെ തിരിച്ചടികൾ ഉണ്ടാകും കേട്ടോ. നല്ല കാര്യത്തിലെ കർമ്മദോഷങ്ങൾ ഉണ്ടാകും. നല്ല കാര്യത്തിന് മാത്രം ഉപയോഗപ്പെടുക. ഇപ്പം നിങ്ങളുടെ ഒരു ബോസ് ഒന്ന് നിങ്ങൾക്ക് അനുകൂലമാക്കണം, ചെയ്യാം. മക്കളെ അനുകൂലമാക്കണം, മക്കൾക്ക് അച്ഛനെ അനുകൂലമാക്കണം, ചെയ്യാം. നമ്മൾക്ക് എവിടെയെങ്കിലും പോയി ഒരു കാര്യം സാധിക്കണം, ചെയ്യാം. നല്ല കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം, ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യം? അതായത് നമ്മുടെ ഇത് കണ്ട് ഇങ്ങനെ ഒരു വര വരച്ചാലും, അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വര വരച്ചാലും ഒരു ത്രികോണം രൂപപ്പെടുന്നുണ്ട്. ഇത് കണ്ട, അപ്പം ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു, എന്നിട്ട് ഈ 2 വരയും തന്നെ ഇങ്ങനെ ഒരു ത്രികോണ രൂപം കൊള്ളുന്നുണ്ട്. ഈ ത്രികോണമാണ് ഏറ്റവും വലിയ രഹസ്യം. ഈ ത്രികോണത്തിനുള്ളിലാണ് ആജ്ഞാചക്രം ഇരിക്കുന്നത്. യോഗിമാരുടെ ഏറ്റവും വലിയ രഹസ്യമാണ് ഈ ത്രികോണം. ഈ ത്രികോണത്തിനുള്ളിലാണ് ആജ്ഞാചക്രം ഇരിക്കുന്നത്. ഈ ആജ്ഞാചക്രത്തിലേക്ക് ഈ ചൈതന്യമാകുന്ന, അതായത് ഈ ശ്വാസമാകുന്ന ചൈതന്യത്തിൽ നിന്ന്, ഈ ശ്വാസമാകുന്ന ആ ശ്വാസത്തിൽ നിന്ന് ചൈതന്യം, ആ ശ്വാസം ഉൾപ്പെടെ നമ്മൾ എടുക്കുന്നതിൻ്റെ കവാടമാണ് ഈ മൂക്കിൻ്റെ ഈ ഭാഗം. മനസ്സിലായോ? ഇവിടെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ആ ശ്വാസവുമായി നമുക്കൊരു മാനസികമായ ഒരു ഐക്യമുണ്ടാകുന്നു. ഈ ശ്വാസം തന്നെയാണ്
ഈ ചൈതന്യം തന്നെയാണ് സകല ചരാചരങ്ങൾക്കുള്ളിലും വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ വ്യക്തിയായിട്ട് കണക്റ്റ് ആകാൻ പറ്റും. അതാണ് അതിൻ്റെ രഹസ്യം. ഇതൊന്നും ഒരാളും ഒരിടത്തും ഇനിയും പലരും പറയുന്നിരിക്കത്തില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഇത് ശിവവിദ്യ, ശിവഭഗവാൻ വിചാരിക്കുന്നവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ചെറിയ കളിയൊന്നുമല്ല ഇത്. ഇത് നിങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി, നിങ്ങളെ ആരും സഹായിക്കാനില്ലെങ്കിൽ, നിങ്ങളൊരു ആപത്തിപ്പെട്ടു, നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം വേണം, നല്ല കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഭഗവാൻ പരമേശ്വരനോടും പരമേശ്വരിയോടും ഗുരുക്കന്മാരോടും, ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഊർജ രൂപത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്, വിശുദ്ധന്മാര്, അവരോടൊക്കെ നന്ദി പറയുക എല്ലാത്തിനും. ഇതെൻ്റെ അറിവല്ല, എൻ്റെ കഴിവല്ല, ഇത് അവർ തരുന്നതാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു, അവരോട് നന്ദി പറയുക. ഇനിയും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാകാനുള്ള ഒരു രഹസ്യം സന്തോഷമായിട്ട് പറഞ്ഞു തരിക. എന്നിട്ട് ഇങ്ങനൊരു ഫോട്ടോ മേടിക്കുക മഹാലക്ഷ്മിയുടെ. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോണം, കുടമുണ്ട്, കുടം വേണം, മനസ്സിലായോ? കുടത്തിൽ നിന്ന് പണം ഇങ്ങനെ വീഴുന്നു, അങ്ങനെയുള്ളൊരു ഫോട്ടോ വാങ്ങുക. ഫോട്ടോ വാങ്ങിയിട്ട് ഈ നിറം തന്നെ വേണമെന്നില്ല, ഈ നിറം കൊണ്ടേ മേടിക്കുക, ഇല്ലെങ്കിൽ വേറെ നിറമാണേലും കുഴപ്പമൊന്നുമില്ല. ഈ ചെറിയൊരു ഫോട്ടോയാണ്, ഇത് വാങ്ങുക. വാങ്ങിയിട്ട് നിങ്ങൾ പച്ചക്കർപ്പൂരം, ഫോട്ടോ വേണേ ഒന്നുകൂടെ കണ്ടു, ചെറിയ ഫോട്ടോയാണ് കേട്ടോ, അടുത്ത് കാണിക്കുമ്പോൾ വലുതായിട്ട് തോന്നും, ഇത് ചെറിയ ഫോട്ടോയാണ്, അത്ര ചെറുതല്ല എങ്കിലും സാമാന്യം ചെറിയ ഫോട്ടോയാണ്. പച്ചക്കർപ്പൂരം അല്പം വാങ്ങുക. പച്ചമരുന്ന് കടയിൽ പോയി ഈ പച്ചക്കർപ്പൂരം വാങ്ങുക എന്ന് പറയുമ്പോൾ പലർക്കും സംശയമായി, എവിടെ കിട്ടും ഇത്? ഞാൻ പണ്ട് വലിയ കടലാടി വാങ്ങാൻ പറഞ്ഞപ്പം സംശയിച്ച പോലെ, ഇതൊക്കെ പച്ചമരുന്ന് കടയിൽ ചെന്നാൽ കിട്ടും. അത് പച്ചമരുന്ന് കടയിൽ ചിലപ്പോൾ എടുത്തു തരുന്ന ഒരാൾക്ക് അറിയത്തില്ല, വേറൊരാളോട് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? പച്ചക്കർപ്പൂരം. വലിയ കടലാടി ഒന്നും ഇപ്പം മേടിക്കേണ്ട, അത് പഴയ വീഡിയോ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ മേടിക്കേണ്ട പച്ചക്കർപ്പൂരം ഒരു 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഇഷ്ടം പോലെ കിട്ടും. അത് ഒരു പീസായിട്ടാണ്. അത് ഒന്നുകിൽ നമുക്കത് ഒടിച്ച് ചെറിയൊരു പീസാക്കി ഒരു തട്ടത്തിൽ വെച്ച് കത്തിച്ച് ഈ ഫോട്ടോയുടെ മുന്നിൽ കാണിച്ച് ഓം ശ്രീം ഹ്രീം ആയും കുബേരലക്ഷ്മിയെ കമലധാരിണ്യേ ധനാകർഷണ്യേ സ്വാഹ ഈ മന്ത്രം ജപിക്കുക. ഓം ശ്രീം ഹ്രീം ആയും കുബേരലക്ഷ്മിയെ കമലധാരിണ്യേ ധനാകർഷണ്യേ സ്വാഹ. അപ്പം ഇവിടെ ഹ്രീം എന്നുള്ള ഹായ കാ ഉച്ചരിക്കരുത്. ഓം ശ്രീം ഹ്രീം ആയും. അപ്പോൾ ഓമ് കഴിഞ്ഞ് ശ്രീം വരുന്നു, ശ്രീം ലക്ഷ്മി ബീജമാണ്. അത് കഴിഞ്ഞ് ഹ്രീം വരുന്നു, ശക്തി ബീജം, ഭുവനേശ്വരി ബീജം. അത് കഴിഞ്ഞ് ഐം വരുന്നു, സരസ്വതി ബീജം. അപ്പൊ ഈ ബീജങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിത്തിനുള്ളിൽ ഒരു മരം ഇരിക്കുന്നത് പോലെ തന്നെ. നമ്മളിപ്പോൾ ഒരു മാങ്ങാണ്ടി കുഴിച്ചെടുക്കും, അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു മരം തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ വിത്താണ് ബീജം, ബീജമന്ത്രം. ഒരക്ഷരമേ ഉള്ളെങ്കിലും അതിനുള്ളിൽ വലിയ ശക്തിയുണ്ട്. ശ്രീം മഹാലക്ഷ്മിയുടെ പരമമായ ശക്തി ആ ഒരൊറ്റ അക്ഷരത്തിനകത്തുണ്ട്. അതുപോലെ 3 ബീജങ്ങളാണ് വരുന്നത്, ശ്രീം ഹ്രീം ഐം. ഹ്രീം ശക്തി ബീജം, ഭുവനേശ്വരി ബീജം. ഐം എന്ന് പറഞ്ഞാൽ സരസ്വതി ബീജം. അതോടൊപ്പം നിത്യമായ ഐശ്വര്യത്തിൻ്റെയും സൂക്ഷ്മമായ ജ്ഞാനവും ഈ ഐം ജപിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ തരും ഈ ഐമും. പിന്നെ പറയുന്നത് എന്താ? കുബേരലക്ഷ്മിയായി, ഐ എന്നും കൂടെ ജയിക്കും, കുബേരലക്ഷ്മിയായി. കുബേരനെ ലക്ഷ്മിയും കൂടെ ചേർത്താ വിളിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ധനാകർഷണ്യ കുബേരലക്ഷ്മിയായി കഴിഞ്ഞ് കമലധാരുണ്യെ, കമല എന്ന് വെച്ചാൽ താമരയിൽ വസിക്കുന്ന. ഓം ശ്രീം ഹ്രീം ഐം കുബേരലക്ഷ്മിയായി കമലധാരുണ്യായി ധനാകർഷണ്യായി, ധനം ആകർഷിച്ചു വരുന്ന സ്വാഹ. ഇത് പറ്റുന്ന അത്ര ജപിക്കുക. ഒരു കർപ്പൂരം കത്തിച്ചിട്ട് രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ രാവിലെ ആണെങ്കിൽ കുളിച്ചിട്ട് ചെയ്യുക, വൈകിട്ടാണെങ്കിൽ കൈയും കാലും മുഖം കഴുകിയിട്ട് ചെയ്യുക. നിത്യേന 2 നേരം ചെയ്യുക. ഭക്തിയോടെ ചെയ്യുന്നവർക്ക് സമ്പത്ത് അതുപോലെ വന്നു ചേരും, എനിക്ക് യാതൊരു സംശയവുമില്ല.
നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്തു. ഒരു ദിവസം ചെയ്തുകൊണ്ട് നല്ല നിത്യവും ചെയ്യുക. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഇന്ന് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങളാണ്, ഏറ്റവും ആശ്ചര്യകരമായ കാര്യങ്ങളാണ്, സൂക്ഷ്മജ്ഞാനമാണ്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ ശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.